2 വർഷത്തിന് മുന്നേ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വിഴിഞ്ഞത്ത് പോയിരുന്നു. പക്ഷെ വീഡിയോ എടുത്തു. പക്ഷെ അപ്പോൾ അവിടെ നിന്ന് സെക്യൂരിറ്റി ഒന്നും അങ്ങനെ പുറത്തുനിന്നാണ് എടുത്തത്. ഞാൻ ഒരുപാട് ദൂരം അകത്തൊന്നും കയറിയില്ല, കയറാൻ പറ്റത്തില്ല, പെർമിഷൻ ഇല്ലാതെ. പുറത്തുനിന്ന് എടുത്ത വീഡിയോ തന്നെ അവർ എൻ്റെ അടുത്ത് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞ സെക്യൂരിറ്റി ഇഷ്യൂ ആണ് എന്നൊക്കെ പറഞ്ഞ സ്പോട്ടിൽ തന്നെ ഞാൻ അത് ഡിലീറ്റ് ചെയ്തു. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വന്നതാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും വിഴിഞ്ഞത്തിൻ്റെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യട്ടെന്ന് വിഷമിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ഐഡിയ വന്നത്. നമ്മൾ ലൈറ്റ് ഹൗസ്, കോവളം ലൈറ്റ് ഹൗസിൽ നിന്ന് ഈ വിഴിഞ്ഞം കണ്ടാൽ എങ്ങനെ ഇരിക്കുമെന്നൊരു പെട്ടെന്നൊരു തോട്ട് വന്നു. ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് ആ വിഴിഞ്ഞത്തിൻ്റെ നേരെ കോവളം വിട്ട് ലൈറ്റ് ഹൗസിൽ കയറി മേളിൽ കയറിയപ്പം കണ്ട വിഷ്വല് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ കപ്പലും ആ വിഴിഞ്ഞവും ആ പള്ളി എല്ലാം കൂടി ചേർന്നുള്ള ഒരു ഫോട്ടോ എനിക്ക് കിട്ടിയായിരുന്നു. ആ കപ്പൽ വന്ന അന്നത്തെ ദിവസമാണ്. ആ ഒരു ഫോട്ടോ ഭയങ്കര രീതിയിൽ വൈറലായി. എന്നെ കേരളകൗമുദി അത് വലിയ ഫ്രണ്ട് പേജിൽ അവരെ ന്യൂസ് പേപ്പറിലെ ഫ്രണ്ട് പേജിൽ അത് കൊടുത്തിട്ടുണ്ട്. ഞാൻ മൊബൈലിലെടുത്ത ഫോട്ടോ അവരെ ന്യൂസ് പേപ്പറിൽ ഏറ്റവും വലിയതായിട്ട് കൊടുത്തിട്ടുണ്ട്. അവരെ കലണ്ടറിൽ ആഡ് ചെയ്തിട്ടുണ്ട്. മനോരമ അത് എടുത്തിട്ടിട്ടുണ്ട്, മാതൃഭൂമി എല്ലാം. അങ്ങനെ ഒരുപാട് പേര് അത് ഫ്രണ്ട് പേജിൽ ആ ഒരു ഫോട്ടോ എടുത്ത്. അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പം റീസെൻ്റ്ലി വിഴിഞ്ഞം പോർട്ടിന് ഡയറക്റ്റ് എന്നെ അവിടെ വിളിക്കുകയും അവരെ ഒഫീഷ്യലായിട്ടുള്ള വർക്ക് എനിക്ക് ചെയ്യാൻ പറ്റുകയും എല്ലാം പറ്റിയത് ഒരു വലിയൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നു. വേറെ മീഡിയ ആക്സസ് ചെയ്യുന്നതും കേട്ടി കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് എനിക്ക് ഈ ഒരു ഇൻവിറ്റേഷൻ വഴി എനിക്ക് അകത്ത് കയറാനും അതിൻ്റെ വിഷ്വൽസ് എല്ലാം എടുക്കാൻ പറ്റി. അതും എനിക്കൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഒരു നാൾ പുറത്തു നിന്ന് എടുത്ത വിഷ്വൽ ഡിലീറ്റ് ചെയ്ത ഒരു സ്ഥലത്ത് വീണ്ടും ഒഫീഷ്യലായിട്ട് കയറാൻ പറ്റുക, അതൊരു അഭിമാനം തോന്നിയൊരു നിമിഷമായിരുന്നു.